പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ഇവരെ അർപ്പിക്കാം. ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോട് കൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായിലേക്കും രാജാവേ പാടും നിൻ പുകഴ് എന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായിലേക്കും Yeah.
പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായ നീക്കും. അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണത്തിലോ വസിക്കുന്ന പരദേശിയോ ആകട്ടെ, നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്ന് സൂര്യൻ കൊടുക്കണം. അവൻ ദരിദ്രനും അതിനാൽ കാത്തിരിക്കുന്നവരുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത്. പാപത്തിനുള്ള മരണശിക്ഷ അവരവർ തന്നെ അനുഭവിക്കണം. പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത്. വിധവയുടെ വസ്ത്രം പണയം വയ്ക്കരുത്. നീ ഈജിപ്തിൽ അടിമയായിരിക്കുമെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിക്കുമെന്നും ഓർക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിന്റെ ദൈവ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് ഇത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായി തീരട്ടെ. ഒരു മരത്തിന്റെ ഫലം തല്ലി പൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പഴിക്കരുത്. അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനും ഉള്ളതാണ്. മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ താര വെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നീ ഈജിപ്തിൽ അടിമയായിരിക്കുമെന്ന് നോക്കണം. അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ എന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും ഹോഹായും സ്തുതിയുണ്ടാകട്ടെ. Hallelujah.
ഇതുവരെ പരിപാലിച്ചതിന് ചുരുക്കം ഇതാണ്. സ്വർഗ്ഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശ്വാസങ്ങളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതമായ സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയമിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി നിയമിക്കലുണ്ടായിരിക്കുക അവൻ ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകളർച്ചിരുന്ന പുരോഹിതന്മാർ അവിടെയുള്ളതുകൊണ്ട് പുരോഹിതനെ ആത്മായിരുന്നില്ല. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും എഴുതിയുമാണ് ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തിരഞ്ഞാൽ തുടങ്ങിയപ്പോൾ ദൈവം പ്രകാരം അവൻ ഉപദേശിച്ചു. പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോഴവരുടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയിലൂടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനം അവൻ ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ സുവിശേഷം 3:22 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോട് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോരിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാൻ സ്നാനം നൽകിയിരുന്നു. ആദ്യം അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവരുടെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, യോഹന്നാൻ നിന്നോടുകൂടി ഉണ്ടായവർ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ അവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗ്ഗത്തിൽ നൽകപ്പെടുന്നവരായി ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവരാണ് മണവാളൻ. അടുത്ത് മണവാളൻ ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എന്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഉയർന്നു ചിന്തിക്കുക, ഉറപ്പിക്കാവുന്നതാണ്. ഈശ്വരശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബങ്ങളെ, ഈ ദിവസങ്ങളിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വ്യക്തിത്വ വികസനത്തിന്റെ ഒരു ക്ലാസ് കേൾക്കുകയുണ്ടായി. അത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അവന്റെ ചിന്ത, അവന്റെ വികാര വിചാരങ്ങൾ, അവന്റെ പ്രവൃത്തി, അവന്റെ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവന്റെ ചിന്ത ഏത് തലത്തിൽ സഞ്ചരിക്കും,
അവന്റെ വികാരവിചാരങ്ങൾ ഏത് തലത്തിലായിരിക്കും, അതിനനുസരിച്ച് അവനെ കാണുന്ന രീതി ഏത് രീതിയിലായിരിക്കും അവൻ പ്രവർത്തിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുവാനായിട്ട് വിലയിരുത്തുവാനായിട്ട് സാധിക്കുക. ഇത് ഒരു പ്രശ്നത്തെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. സ്നാപയോഗ്യനായ ശിഷ്യന്മാർ ഒരു യഹൂദരുമായി തർക്കമുണ്ടായി. തർക്കം നടക്കുക ശുദ്ധീകരണത്തെ കുറിച്ചുള്ള തർക്കമാണ്. സ്നാപയോഗ്യൻ ആർക്ക് സാക്ഷ്യം നൽകിയോ, ആരെ കാണിച്ചു കൊടുത്തുവോ അവൻ മറ്റു വാക്കിൽ പറഞ്ഞ് യേശുവിന്റെ ശിഷ്യന്മാരും സ്നാനം നൽകുന്നു. ജോർദാന് അക്കരെ എല്ലാവരും അവന്റെ അടുത്തേക്ക് പോകുകയാണ്. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ എത്ര മനോഹരമായിട്ടാണ് സ്നാപയോഗ്യൻ തന്റെ ശിഷ്യന്മാരെ ബോധ്യത്തിലേക്ക് നയിക്കുക എന്ന് വ്യക്തമാക്കി നൽകുകയാണ്. സ്നാപയോഗ്യൻ വ്യക്തമാക്കുകയാണ്, ഞാനല്ല ക്രിസ്തു എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മിശിഹ അല്ലെങ്കിൽ അഭിഷിക്തൻ എന്നതാണ്. ആ അഭിഷിക്തന്റെ അടുത്തേക്ക് എല്ലാവരും പോകുന്നു എന്നതിൽ തീർച്ചയായും സ്നാപയോഗ്യന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. കാരണം ഇവിടെ ആര് വിജയിക്കുന്നു, ആര് അപ്രസക്തരാകുന്നു എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഈ ശുദ്ധീകരണ കർമ്മം ആരംഭിച്ച സ്നാപയോഗ്യനാണ് ജോർദാൻ. ആ ശുദ്ധീകരണ കർമ്മം തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് ഈശോ. അവന് സാക്ഷ്യം നൽകിയതും സ്നാപയോഗ്യനാണ്. എന്നിട്ടും ഗുരുവിനെ വില കൊടുക്കാത്ത ഒരു അവസ്ഥ, സ്നാപയോഗ്യൻ പരാജയപ്പെടുന്ന അവസ്ഥ, സ്നാപയോഗ്യൻ മാത്രമല്ല അവരെ കൂടിയുള്ള ശിഷ്യന്മാരും പരാജയപ്പെടുന്ന അവസ്ഥ. കാരണം എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ സ്നാപയോഗ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ലക്ഷ്യം മറന്നു പോകുന്നില്ല. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിനക്ക് ലക്ഷ്യമുണ്ടാകും, ആ ലക്ഷ്യങ്ങൾ മറന്നു പോകാതെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കണമെന്ന്. സ്നാപയോഗ്യൻ അവൻ ലക്ഷ്യം മറന്നു പോകുന്നില്ല. സ്നാപയോഗ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വന്നത് മിശിഹായ്ക്ക് രക്ഷകന് വഴിയൊരുക്കുവാൻ വേണ്ടിയാണ്. സ്നാപയോഗ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് എന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ഇതുവരെ സ്നാപയോഗ്യൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്ന വാക്കിലൂടെ അവരെ ആ ഒരുക്കലിന്റെ അവസ്ഥയുടെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഈ തർക്കത്തിൽ സ്നാപയോഗ്യന്റെ വാക്കുകൾ എന്റെ സന്തോഷമില്ല പൂർണ്ണമായിരിക്കുന്നു എന്ന്, എന്റെ സന്തോഷമില്ല പൂർണ്ണമായിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്നെ എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ഞാൻ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ വന്നത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷകന് വഴിയൊരുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എല്ലാവരും രക്ഷകനിലേക്ക് പോകുന്നു. ആ രക്ഷകനിലേക്ക് പോകുമ്പോഴാണ് എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുക. അതിൽ അവൻ സന്തോഷിക്കുകയാണ്, സന്തോഷത്തോടുകൂടി പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അയൽക്കാരന്റെ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കണമെന്ന്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അയൽക്കാരനും നമ്മുടേതാണ്, നമ്മുടെ സ്വന്തമാണ് എന്ന ബോധ്യത്തിലേക്ക് വരണം. ആ ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുക എന്ന്. ഞാൻ ഈ ശുദ്ധീകരണം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്റെ പേരിലും
സ്നാപയോഹന്നാൻ പറയുകയാണ്, ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനായി ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന്. മറിച്ച് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് ദൈവിക ശുശ്രൂഷയിലാണ്. ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ മാത്രമാണ് എന്റെ ശുശ്രൂഷ പൂർണ്ണമാകുക. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ശിഷ്യന്മാരും ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് അവർ അവരെ ശുശ്രൂഷ ചെയ്യുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാനും അവരും സഹോദരങ്ങളാണ്. ദൈവം എന്ന തറവാട്ടിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിയാണ് ശുദ്ധീകരണ കർമ്മം. സഹോദരങ്ങളാണ്. ഈശ്വരനെ ഓർമ്മപ്പെടുത്തുകയാണ്, അവര് എന്നോടൊപ്പം നന്മ ചെയ്യുമ്പോൾ ആ നന്മയാൽ ശുശ്രൂഷയിൽ സന്തോഷിക്കുവാനായിട്ട്, അവരോടൊപ്പം പങ്കുചേരുവാനായിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അന്വർത്ഥമാകുക. വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ നനച്ചു, അപ്പോളോസ് ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തുന്നവൻ എന്ന്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചത്, ദൈവമാണ് വളർത്തിയത്. ഇവിടെ ദൈവത്തിനാണ് പ്രാധാന്യമെന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവിക ശുശ്രൂഷകളിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക എന്ന്. അതോടൊപ്പം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് കഴിഞ്ഞിട്ട് അവർ യൂദയായിലേക്ക് പോയി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. നിക്കോദേസുമായിട്ടുള്ള സംസാരത്തിന് ശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് രക്ഷാകര ദൗത്യം പ്രവേശിക്കുകയാണ് എന്നും സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാനാണ് ക്രമമായിട്ട് രക്ഷാകര സന്ദേശം എഴുതി പിടിപ്പിക്കുക. ജെറൂസലേമിൽ ആരംഭിച്ച് യൂദയായിൽ എത്തിച്ചേർന്ന് സമരിയായിലൂടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് സഞ്ചരിക്കപ്പെടേണ്ടതാണ് സുവിശേഷം എന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാനാണ്. ജെറൂസലേമിൽ കഴിഞ്ഞു യൂദയായിലേക്ക് പ്രവേശിക്കുന്നു, അതിനുശേഷം ജെറൂസലേമിലേക്ക്, അതിനുശേഷം ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക്. സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉയരങ്ങളിൽ ചിന്തിക്കണം, ഉറവിടങ്ങൾ ദൈവമാണ്. ആ ബോധ്യത്തിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. നാം അനുഗ്രഹീതരാകും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴിയുകയെ
നന്മയുടെ പ്രവൃത്തികളാൽ ധന്യരാക്കുവാൻ ആവശ്യമായ ആശിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിധാനത്തിന്റെയും ആരാധനയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. തിരുബലി അർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിൽ സ്വർഗവാസികളായിരങ്ങളും അനാഥമായ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഖത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കു വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശം സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃത ഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. See
സ്വർഗ്ഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച 10,422 രൂപ, ഹിന്ദി കുർബാന 3,669 രൂപ, സെന്റ് മേരീസ് സെന്റ് ജോസഫ് കമ്മ്യൂണിറ്റിയുടെ കാശ്മാറും 1,703 രൂപ, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് മാസത്തിൽ 2,500, സെന്റ് തോമസ് 3,200. അടുത്ത ഞായറാഴ്ച 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ കാറ്റഗിസം കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം രാവിലെ 10:30 മുതൽ 12:30 വരെ ഒഴുകുക. 12 വരെ ആയിരിക്കും. കുട്ടികളെ ഒഴുകുവാൻ ശ്രദ്ധിക്കുക. 15-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സെക്രട്ടറി കലവന്നമാണ് ഈ പൈസ തന്നത് ഇതിനകത്ത് തീരണമെന്ന് ആഗ്രഹിക്കുന്നു. സെന്റ് ജോർജ് യൂണിറ്റ് ജിനീഷ്യൻ ഫ്രാൻസിസ് നാട്ടായിലെ വസതിയിൽ വെച്ച് ഇത് വൈകിട്ട് 4 മണിക്ക് സെന്റ് ജോർജ് യൂണിറ്റ് ഫിനിഷ് വർഗി കണ്ടംചേരിയുടെ വസതിയിൽ വെച്ച് 5 മണിക്ക് സമയത്തിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യഭോജനങ്ങൾ നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സുദൃഢവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുതനെ ജോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി പാവന രക്തശരീരത്താൽ മാനവ പാപം നീക്കി മുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾ കാശേസേകട്ടെ. നരരെ ദൈവിക സുധരാകി സത്യത്തിൻ പരിപൂർണതയ കാത്തു നയിക്കും റൂഹാദൻ ശക്തിയുമൻപും ചൊരിയട്ടെ. ജീവനും തീരും സ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാ